to yet another video after a very long time. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് not too short, not too long ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ലൈഫ് ഒരു സ്ലോ ഫേസിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എനിക്കൊരു കരിയർ ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് 2 years ആയിട്ട് ഐ വാസ് ഗോയിങ് ത്രൂ ദാറ്റ്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഞാൻ ജോബിനൊന്നും നോക്കുന്നില്ലായിരുന്നു എന്ന്. ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് മോസ്റ്റ് ഓഫ് ദി ഐ വാസ് സ്ക്രോളിങ് ഇൻ ടു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഓൺ ഫോക്കസിങ് ഓൺ സെൽഫ് ഇറ്റ് സെൽഫ് ബിക്കോസ് സംവെയർ ഐ വാസ് ആക്ച്വലി നോട്ട് ഇൻ ടു മീ. ആൻഡ് ഒരു സെൽഫ് കെയർ കിട്ടുന്നില്ല എന്നൊക്കെ തോന്നി തുടങ്ങി. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്നെ തന്നെ ഫോക്കസ് ചെയ്യാൻ നോക്കി. ഐ ഫോക്കസ്ഡ് ആൻഡ് ഐ ഒരു എന്നിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പേഷ്യൻസ് ഇൻബിൽഡ് ചെയ്തു. യൂഷ്വലി ഈ ഒരു ടൈമിൽ മോർണിംഗിലൊക്കെ, മോർണിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ, ബട്ട് സ്റ്റിൽ മോർണിംഗിലൊക്കെ എണീറ്റിട്ട് വീട്ടിലെ കുറച്ച് വർക്ക്സ് ചെയ്യുമായിരുന്നു. ആൻഡ് പേരൻസിനെയൊക്കെ വിളിക്കും. ആൻഡ് അവരുമായിട്ട് സംസാരിച്ച് തന്നെ കുറച്ച് ടൈം പോകും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് റീൽസ് സ്ക്രോൾ ചെയ്യും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ഐ വാസ് നോട്ട് ദാറ്റ് ഫോക്കസ്ഡ് ഇൻ ടു മീ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ടുക്ക് എ ഡിസിഷൻ ദാറ്റ് ഐ വിൽ ഇംപ്രൂവ് മൈസെൽഫ്. ഓക്കെ. പിന്നെ ഇൻ്റർവ്യൂസിനും ജോബ് ആപ്ലിക്കേഷനും വേണ്ടിയിട്ടൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. സത്യം പറയാമല്ലോ, കരിയർ ബ്രേക്ക് ഈസി അല്ല ലൈഫ്. ഞാൻ ഒരു കണ്ടിന്യൂസ്ലി ഒരു 6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആയിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്നൊരു കരിയർ ബ്രേക്ക് വരുമ്പം ഓഫ് കോഴ്സ് ഇറ്റ് മേ ബി ഡിഫിക്കൾട്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ആക്ച്വലി. അപ്പം ആ ഒരു ടൈം വരേക്കും ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നും എനിക്കും അറിയില്ല. ആങ്കർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഹെൽത്ത് വൈസ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോയൊരു ഫേസായിരുന്നു എൻ്റെ ഈ ഒരു 2 year ഓഫ് കരിയർ ബ്രേക്ക്. അത് മാത്രമല്ല, ചില ഡേയ്സിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. ചില ഡേയ്സിൽ ഇനി എന്താ പ്ലാൻ, ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട്. ഇപ്പം അതിനെപ്പറ്റി ആലോചിക്കുമ്പം ആ ഒരു ടൈം എനിക്ക് കുറച്ച് പേഷ്യൻസ് ആവാനും പിന്നെ എന്നിൽ തന്നെ ഒരു ട്രസ്റ്റ് ചെയ്യാനും ഒക്കെ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. ആൻഡ് ഫൈനലി ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഒരു ഗുഡ് ന്യൂസാണ്. ദാറ്റ് ഈസ് ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് ഞാനൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഓൺ മൺഡേ. കമ്പനിയുടെ പേരെന്ന് പറയുമ്പോൾ ഗോക്കൽ ടൂർസ് ആൻഡ് ട്രാവൽസ്. സത്യം പറഞ്ഞാൽ ഐ എം സോ എക്സൈറ്റഡ് ബിഫോർ ആസ് വെൽ ആസ് ആഫ്റ്റർ ദ ഇൻ്റർവ്യൂ. ബിഫോർ ദ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്, ആസ് ഐ സെഡ്, it's not very easy to go and give an interview, but yes, I felt very confident at that point of time. അപ്പോൾ പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു. ആ ഒരു പ്രോസസ്സിങ് സ്റ്റേജ് ഭയങ്കര ഒരു ടെൻസ്ഡ് ആയിരുന്നു ഞാൻ ആ ടൈമിൽ. ആഫ്റ്റർ ദി ഇൻ്റർവ്യൂ അങ്ങനെ യെസ് കിട്ടി. അപ്പം ഐ എം വെരി എക്സൈറ്റഡ് as well as nervous because first day everybody will be nervous at that point of time. അപ്പം yeah, let's see what happens next. That is on Monday. ആക്ച്വലി നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോകുമ്പം നമ്മളുടെ ഉള്ളിലൊരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാവില്ല. അതെൻ്റെ ഉള്ളിലും ഉണ്ട്. ഐ ആം മെൻ്റലി പ്രിപ്പയറിങ് മൈസെൽഫ് ഫോർ ദാറ്റ്. യെസ്. അപ്പം മൺഡേ മുതൽ എൻ്റെ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ടാവുന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഐ വിൽ ബി കണ്ടിന്യൂസ്ലി ഡൂയിങ് വീഡിയോസ്, വ്ളോഗ്സൊക്കെ ഇടുന്നതായിരിക്കും. സോ ഇതൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പാർട്ടാണ്. ബട്ട് അതിൻ്റെ കൂടെ തന്നെ ഐ ഡു ഹാവ് എ ഫാമിലി. അപ്പോൾ ഐ ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ആസ് വെൽ. സോ മൺഡേ തൊട്ട് എൻ്റെ റൂട്ടീൻ വളരെ ഡിഫറെൻ്റ് ആവാൻ പോവുകയാണ്. That's why I said I'm gonna be mentally prepared because ഇപ്പം കറൻ്റ്ലി ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യേണ്ടി വരും.
ഓഫ് കോഴ്സ് ഇനോ നിങ്ങളിൽ കൂടുതൽ വരും ആ ഒരു ഫേസിൽ കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഫോർ മീ ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം. അപ്പം അതിൻ്റെ ഒരു നെർവസ്നെസ് എനിക്കുണ്ട്. ദാറ്റ് ഹൗ ഐ വിൽ ബി മെയിൻറ്റെയിനിങ് മൈ ഹൗസ് ഹോൾഡ് ആസ് വെൽ ആസ് മൈ വർക്ക്. അപ്പോൾ യെസ്, ഐ എം എക്സൈറ്റഡ്. സോ മൺഡേ മുതൽ എൻ്റെ പുതിയ വർക്ക് സ്റ്റാർട്ട് ആവുകയാണ്. അതിൻ്റെ എക്സ്പീരിയൻസസ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം. സോ ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് ഫ്രം മൈ സൈഡ്. അപ്പോൾ വിഷ് മീ ഗുഡ് ലക്ക് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നെക്സ്റ്റ് ഒരു വ്ളോഗുമായിട്ട് കാണുന്നതാവും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.